ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ജിൻഡോ എഴുന്നേറ്റിരിക്കുകയാണ്. ജിൻഡോയെ എഴുന്നേൽപ്പിച്ചത് ഇന്ന് അഭിഷേകാണ്. അഭിഷേകിനോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ രാവിലെ തന്നെ എഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അഭിഷേക് ഇന്ന് രാവിലെ എഴുന്നേൽപ്പിച്ചു. കൂടെ ഋഷിയുമുണ്ട്. ഇവർ 3 പേരും ഇരുന്ന് ഗാർഡൻ ഏരിയയുടെ, അതായത് മെയിൻ ഡോറിന്റെ അവിടെ ആ ഗ്ലാസ് ഡോറിന്റെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട്. ജിൻഡോയുടെ കയ്യിൽ 2 ചെറിയ ഡംബലൊക്കെ ഉണ്ട്. അതൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ എക്സസൈസ് ഒക്കെ ചെയ്ത് ബോഡി ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നില്ലെങ്കിൽ ഞാൻ വെളിയിൽ ചെന്നതിന് ശേഷം നല്ല രീതിക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ അതെന്റെ ബോഡിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ കുറച്ചൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ചെയ്തു വെച്ചാൽ നല്ലതായിരിക്കും. ഇനി 10 ദിവസം കൂടെ അല്ല ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അതിന്റെ ഇടയിൽ പറയുന്നുണ്ട്, ഇനി ഞാൻ ഡാൻസ് കൂടെ ഒക്കെ പഠിച്ചില്ലെങ്കിൽ ഇനി ഗ്രാൻഡ് ഫിനാലേക്ക് എന്നെ അപ്സരയും കൂടെ ഡാൻസ് കളിപ്പിച്ചാലോ. കാരണം അപ്സരയുടെ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അപ്സരയും പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കണമെന്ന്, മണിച്ചിത്രത്താഴിന്റെ ഡാൻസ് കളിക്കണമെന്ന്. അപ്പൊ ഞങ്ങൾ തമ്മിലൊരു ഗ്രാൻഡ് ഫിനാലേക്ക് ഡാൻസ് കളിക്കേണ്ട അവസരം വന്നാലോ, അതുകൊണ്ട് ഡാൻസ് ഒക്കെ ഒന്ന് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോ അഭിഷേകിനോടും അതോടൊപ്പം തന്നെ ഋഷിയോടും പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ശരിയാ, നിങ്ങൾ അതുപോലെ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്, ചിലപ്പോൾ ജയിപ്പിച്ചാലോ എന്ന രീതിയിൽ. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ഉഷാറാണ്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ എഴുന്നേറ്റ് കുറച്ചുകൂടെ ഒക്കെ ഉഷാറായിട്ടിരിക്കുന്നത് നല്ലത്. ഇനി കുറച്ച് ദിവസം കൂടെ അല്ല ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അവർ 3 പേര്. അഭിഷേക് എന്നും രാവിലെ തന്നെ എഴുന്നേക്കുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി റെഡി ആയിട്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ജിൻഡോയും അവരൊക്കെ പറയുന്നത് രാവിലെ എഴുന്നേറ്റാനുള്ള ഗുണം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ എല്ലാ പണികളും നമ്മുടെ ഒതുങ്ങും. അത് കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥമായിട്ട് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനി 10 ദിവസം കൂടെ ഉള്ളൂ. ഇനി ഇവരെല്ലാവരും ഉഷാറായിട്ട് ഇരിക്കട്ടെ. കാരണം ഉഷാറായിട്ട് ഇരുന്നാൽ മാത്രമല്ല ഉള്ള ഒരു നമുക്കായാലും ഗെയിം കാണുമ്പോൾ ഒരു ത്രില്ലുള്ളൂ. അല്ലാതെ എല്ലാം ഈ ചത്ത ചടങ്ങിയ പോലെ കണ്ടന്റും ഇല്ലാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കാണാൻ തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാതായി മാറും. കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് മാറി കണ്ടന്റുകളൊക്കെ തരുവാണെങ്കിൽ ഒരു ത്രില്ലാണ്. ഇന്നലത്തെ ആ നാട്ടുരാജാവ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് ചെയ്തു തീർക്കാമായിരുന്നു. ജാസ്മിൻ അതുകൊണ്ട് കുളവാക്കി. അത് നോറയ്ക്കോ അല്ലെങ്കിൽ ശ്രീധുവിനോ അത് കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല താല്പര്യമായിരുന്നു ടാസ്ക് ചെയ്യാൻ. അവർ നല്ല രീതിയിൽ ചെയ്തേനെ. ചെയ്യുമ്പോൾ അവർക്ക് എഗനിസ്റ്റ് ആയിട്ട് മറ്റു മത്സരാർത്ഥികൾ ചെയ്യുകയും അല്ലെങ്കിൽ അവരെന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ തന്നെ ഒരു രസമായിരുന്നു ആ ടാസ്ക്. അതിനെ ഒരു വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞു. ഒടുവിൽ ബിഗ് ബോസ് പറഞ്ഞു അതിനെ കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ടാസ്ക് കുളവാക്കി. ഇന്നത്തെ ഒരു ടാസ്കും അതുപോലൊപ്പം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ ആക്കി തീർക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.